ഇന്ന് വർഗീയ കോമരങ്ങൾ നമുക്കെതിരെ എന്തെല്ലാം വാർത്തകൾ പടച്ചുവിടുന്നു, എന്തെല്ലാം മോശമായ ദുരാരോപണങ്ങൾ നമുക്കെതിരെ എഴുതുവിടുന്നുണ്ട്. അതേ രൂപത്തിൽ തിരിച്ചടിക്കാൻ ഇസ്ലാം പറയുന്നില്ലല്ലോ. അവർ അള്ളാഹുവിനെ അധിക്ഷേപിക്കുമ്പോ നീ തിരിച്ച് അവരുടെ ദൈവങ്ങളെ അധിക്ഷേപിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്യരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ. ഈ മലപ്പുറം ജില്ലയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച വരുമ്പോ ചില വിഷജീവികൾ വീണ്ടും വീണ്ടും തലമുക്കുകയാണ്. എന്തിനാണ് മലപ്പുറത്തിന് അങ്ങനെ ഒരു വിഭജനം? മലപ്പുറത്ത് മുഴുവൻ മുസ്ലിങ്ങളായതുകൊണ്ടാണോ? അതില് ചില വിഷജന്തുക്കൾ സ്കൂളിലെ അധ്യാപികമാരുകൂടെയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവരൊക്കെ എന്ത് ധാർമ്മികതയാണ് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മലപ്പുറം ജില്ല പോലെ ഇത്ര മനോഹരമായി മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന ഏത് ജില്ലകളാണ് നമുക്കുള്ളത്? ഏത് ജില്ലയാണ് നമുക്ക് അതുപോലെ വരച്ചു കാണിക്കാൻ പറ്റുന്നത്? അത്രമേൽ മനോഹരമായ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര മേഖലകളിൽ ആ കാലഘട്ടങ്ങളിൽ മാപ്പിള ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും ഇത് അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിലിരിക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി പടപുരുതിയ വീരയോദ്ധാക്കളുടെ മണ്ണാണ് മലപ്പുറം. ബാക്കിയുള്ളിടത്ത് ഇല്ലാന്നല്ല, പക്ഷെ മലപ്പുറത്തിന് ആ വിഷയത്തിൽ ഒരു പ്രത്യേകത തന്നെ പറയാനുണ്ട്. അങ്ങനെയുള്ള മലപ്പുറത്ത് മുസ്ലിംകൾ കൂടുതലായി പോയതാണ് പല ആളുകളുടെയും വിഷയം. വേണ്ട, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അതിൽ ഒന്നാമത് നിൽക്കുന്നതാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എത്രയോ ജില്ലകളെ വിഭജിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വിഭജനം. എന്തേ അവിടെ അങ്ങനെ ഒരു ചോദ്യം വന്നില്ല? ഗുജറാത്തിലെ പല ഡിസ്ട്രിക്റ്റുകളും വിഭജിച്ചിട്ടില്ലേ? അവിടെ അങ്ങനെ ഒരു ചോദ്യം വന്നില്ല? പലപ്പോഴും മാറി മാറി ഗവൺമെന്റുകൾ വരുമ്പോഴും മലപ്പുറത്തിന് കിട്ടേണ്ടത് പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. അതുപോലെ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു ജില്ല കൂടെയാണ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ. അത് ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും പലപ്പോഴും കിട്ടേണ്ടത് പല ജില്ലകൾക്ക് കിട്ടുന്നില്ല. നമ്മൾ നോക്കിയെങ്കിൽ നമുക്കും ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇപ്പൊ മലപ്പുറത്ത് പലപ്പോഴും +1 സീറ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. എത്രയോ കുട്ടികൾ ഫുൾ A+ മേടിച്ചിട്ട് +1 സീറ്റ് കിട്ടാതെ പൊട്ടിക്കറഞ്ഞു നിൽക്കുന്ന എത്രയോ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടവരല്ലേ? മലപ്പുറത്തെ കുട്ടിക്ക് A+ കിട്ടി എന്ന് പറയുമ്പോൾ വലിയ വിലയൊന്നുമില്ല. വേറെ ജില്ലക്കാർക്ക് കിട്ടുമ്പോൾ ഭയങ്കര വിലയാണ്. എന്തേ? മുസ്ലിങ്ങളായി പോയത് കൊണ്ടാണോ? അങ്ങനെയാണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് പല സ്റ്റേറ്റ്മെന്റുകളും വരുന്നത്. ഒരു അധ്യാപികൻ എന്ന് പറയണം, ഒരു വിഷലിപ്തമായ വാക്കുകളിലൂടെ അവർ പറയുന്നെന്താ? മലപ്പുറത്ത് പെറ്റുകൂട്ടുകയാണെന്നാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇവർക്ക് കൊണ്ട് 2-3 കുട്ടികൾ ഇവര് പെറ്റുകൂട്ടാതെ പിന്നെ ഛർദ്ദിച്ചിട്ടതാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവര് ഛർദ്ദിച്ചിട്ടതാണോ കുട്ടികളെ? സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ട് ഇത്തരം വിഷലിപ്തമായി എഴുതുന്നവരെ ഗവൺമെന്റുകൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഇത്തരം വർഗീയ കോമരങ്ങൾ പല അഭിപ്രായങ്ങളും വിളിച്ചു പറയുമ്പോ, തോന്നിവാസങ്ങൾ വിളിച്ചു പറയുമ്പോ, ഇവിടെ ഹൈന്ദവനും ക്രൈസ്തവനും മതമുള്ളവനും മുസൽമാനും ഇല്ലാത്തവനും ഒക്കെ ഒന്നിച്ചൊരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിനിടയിലേക്ക് ഇങ്ങനെ വർഗീയത വിളിച്ചു പറയുന്നവരെ എന്തുകൊണ്ട് ഗവൺമെന്റിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ സ്ഥാനത്തൊരു മുസൽമാൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തെല്ലാം കേസുകൾ പിറകെ വന്നേനെ? ഇപ്പൊ ഗവൺമെന്റുകൾ കൃത്യമായി ഇടപെടണം. ഗവൺമെന്റ് കൃത്യമായി ഇടപെടണം. ഇത്തരം വിഷജന്തുക്കളെ, സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ, ജനങ്ങൾക്കിടയിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്നാണ് ഏത് മതേതര ബോധ്യമുള്ളവന്റെയും കൃത്യമായ നിലപാടെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഏതായാലും ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ മുത്തഖിയായ മനുഷ്യന്റെ നിലപാട് അതുപോലെ തിരിച്ചടിക്കാന്നല്ല. ആ ദേഷ്യത്തെ കടിച്ചു പിടിച്ചിട്ട് അവൻ സംസാരിക്കുന്നത് മാന്യമായിട്ടായിരിക്കണം. കാരണം അവൻ ഇസ്ലാമിന്റെ, അള്ളാന്റെ പ്രതിനിധിയാണ്. അവൻ അള്ളാന്റെ പ്രതിനിധിയായി സംസാരിക്കണം. ആ പ്രതിനിധിയുടെ വായിൽ നിന്ന് അറപ്പുളവാക്കുന്ന വാക്കുകൾ വരാൻ പാടില്ല.